Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എസ്പെഷ്യലി നിങ്ങളുടെ വരുന്നൊരു ആഴ്ചയിലെ പറ്റിയിട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. Let's see what you need to hear right now about your coming week. So collective reading ആണ്. So take it what is resonate with your situation. What you need to hear right now. It's a major message for you. Positive moments forward. Alright. So നിങ്ങൾ നല്ല തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ മെന്റലി ഫിസിക്കലി ഒക്കെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ലോലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനും വരുന്ന ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. മെയിൻ ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ചിന്താഗതി കൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചസ് മേ ബി നിങ്ങൾക്ക് ഈ ഒരു വരുന്നൊരു ആഴ്ച നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മേ ബി നിങ്ങൾ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരാഴ്ച നിങ്ങൾക്കത് വളരെ എഫക്റ്റീവ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് പല ഏരിയാസിൽ നിങ്ങൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് എന്തെങ്കിലും കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം, ന്യൂ വിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ഹാബിറ്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം ഈ ഒരു 1 വീക്ക് ടൈം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ എന്തൊരു കാര്യം കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ ഇത്ര കാലം അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു സ്പാർക്ക് ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ മറന്നുപോയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ റീകണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓർത്തെടുക്കാൻ, മെയിൻ ആയിട്ട് ഓർത്തെടുക്കാൻ, ഒന്നുകിൽ എവിടെ വെച്ചെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സ് ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ മേ ബി എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റഡ്, ഓർ മേ ബി നിങ്ങളുടെ എന്തെങ്കിലും പ്ലാൻസ്. ഓക്കെ, സോ നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ആവേണ്ടത്, എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, എന്തിലേക്കാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, പക്ഷെ അത് നമ്മൾ ചില സമയത്ത് നമുക്കത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതുപോലത്തെ ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ന്യൂ വിഷൻ, ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻസ് ഒരു പുതിയ ലെവലിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ വളരെ പ്ലസന്റ് ആണ്. ഈ ഒരു വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ പ്ലസന്റ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്രോസ്പെരിറ്റി ബിഗിൻസ്. ഓക്കെ, അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, എന്തൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സമൃദ്ധിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്. അത് ജോബ് നോക്കുന്നതായിരിക്കാം, സീരിയസ് ആയിട്ട് നിങ്ങളുടെ പ്ലാൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക മാത്രം എന്നുള്ളതല്ല, അത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് സ്ലോലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി, മെയിൻ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീണ്ടും ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി നിങ്ങളുടെ ഹാബിറ്റ്സിൽ, നിങ്ങളുടെ പ്ലാൻസിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും ശ്രമിച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇറ്റ്സ് എ കൺഫർമേഷൻ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള
ചില ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ ഹെൽത്ത് കുറെ കൺസിഡർ ചെയ്യുന്നതായിരിക്കാം. മേ ബി ചില ആളുകൾ നിങ്ങളുടെ ഹെൽത്തിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ മെന്റാലിറ്റി, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഡ്രസ്സിംഗ് രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വസ്ത്രധാരണത്തെയൊക്കെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഹെൽത്ത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പോലീസ് ജോബിന് പോവാണ്. സോ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കണം, അല്ലെ? യൂണിഫോം ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. സോ നിങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വരുന്നൊരു 1 വീക്ക് ടൈമിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ആങ്കർ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി ആദ്യം കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ പുതിയ ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ ചില സ്ട്രഗിൾ നിന്നാണ് അല്ലെങ്കിൽ ചില ഡാർക്ക്നെസ് നിന്നാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളൊരു ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ ലൈക്ക് ഈ ഒരു വീക്ക് ടൈം നിങ്ങൾക്ക് ആക്ച്വലി ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് എങ്ങോട്ട് പോകണം, ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, especially moments ഉണ്ടാവുന്നുണ്ട്. Alright, let's see what you need to hear right now. What you need to hear. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് പാത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ഒരു പാത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷന് പുതിയൊരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ എന്ന് കരുതി പഴയ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, പുതിയ കാര്യത്തിലേക്ക് മാറാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ആലോചിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ, നിങ്ങളുടെ ഒരു ഡിഫിക്കൽറ്റി, നിങ്ങൾ എന്താണോ വീക്ക് ആക്കുന്നത്, നിങ്ങൾ എന്താണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്തൊരു ഹാബിറ്റിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കാം, ഓർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിൽ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് നമുക്കത് ചെയ്യാൻ സാധിക്കും, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ്, എസ്പെഷ്യലി നിങ്ങൾ കൂടുതൽ നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്, ആ ഒരു പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ടൈമാണ്. എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കിക് എക്സ്പീരിയൻസ് ആയിരിക്കാം, ഒരു കൈൻഡ് ഓഫ് മിറാക്കിൾ പോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരു മിറാക്കിൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്, ഓർ നിങ്ങൾക്ക് ആക്ച്വലി പോസിറ്റീവ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്ലോലി ആണെന്നുണ്ടെങ്കിലും ചില റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ചിന്താഗതി മാറ്റുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, മേ ബി ചില ആളുകളൊക്കെ നിങ്ങൾ ഒരു പുതിയതായിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓൾറെഡി. ഓൾറൈറ്റ്, intuition, trust your intuition or focus on your intuition. Okay, കാരണം നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓർ യൂഷ്വൽ ആയിട്ട് ആളുകൾ പോകുന്ന ഒരേ സെയിം പാത്തിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ ഡിഫറെന്റ് പാത്ത് ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എവിടെയാണോ ഒരു ബ്ലോക്ക് ആയിട്ട് തോന്നുന്നത്, എവിടെയാണോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, ആരാണോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, സിറ്റുവേഷൻ, നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ഈ ഒരു വരുന്നൊരു സമയം ദിവസങ്ങളിൽ നിങ്ങളെ അധികം നിങ്ങൾ ബോധർ ചെയ്യില്ല. അത് നാച്ചുറലി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന പല കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇത്ര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയാലും നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക്
സ്റ്റിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് അഗെയിൻസ്റ്റ് ദ കൺഫർമേഷൻ. ഓക്കെ, സോ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ചേഞ്ച് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഒരു ലൈക്ക് കറേജ് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അഗെയിൻ നിങ്ങൾ ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, ബാലൻസ്ഡ് ആവുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സി ഇറ്റ്സ് അഗെയിൻ എ കൺഫർമേഷൻ. സി നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് നിങ്ങളെ കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുന്നത്. സി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഴയ വേർഷനിലേക്ക് പോകാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ലൈക്ക് നിങ്ങൾ ആക്ച്വലി ചില പ്ലേസ് അല്ലെങ്കിൽ ചില ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർ ഓപ്പൺ ആക്കി പുറത്തേക്ക് വരാനുള്ള ഒരു കറേജ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കീ വരുന്നൊരു ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ലൈക്ക് നിങ്ങൾക്ക് എവിടെയാണോ ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അത് ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ബിലീഫ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ആൻഡ് അവിടുന്ന് റിസ്ക് എടുക്കാനുള്ള ഒരു കറേജ് കാണിക്കാം, അല്ലെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയാനുള്ള ഒരു കറേജ് കാണിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ എനർജി ഒരുപാട് എടുക്കുന്ന ആ ഒരു കാര്യം ഒരു രീതിയിൽ നിങ്ങൾ ഫീഡ് ചെയ്യാതിരിക്കുക ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് നാച്ചുറലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഹാബിറ്റ് പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അതോറിറ്റി, നിങ്ങളുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളായിട്ട് ഏറ്റെടുക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ് വരുന്ന ദിവസങ്ങളിൽ. നിങ്ങൾ ജസ്റ്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ ഒരു കേൾക്കുന്ന കാര്യം പോലെ നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെ അത്ര ഇമോഷണലി ഇത്ര കാലം കേൾക്കുന്ന സമയത്ത് ഇമോഷണലി എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിട്ടുകളയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, സോ കീപ് വർക്കിംഗ് ഓൺ യു. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.